ഇവിടെ ഇപ്പം വ്യക്തിഹത്യ നടത്തുകയാണ്. വ്യക്തിഹത്യ. ഒരാൾ സ്വർഗത്തിൽ പോകണമോ അയാൾ നരകത്തിലെത്തുമോ തീരുമാനിക്കുന്നത് ലീഗല്ല. ഒരാൾ വിശ്വാസിയാണോ അവിശ്വാസിയോ എന്ന് രേഖപ്പെടുത്തുന്നത് മുസ്ലിം ലീഗ് ആഫീസൊന്നല്ല. അതിന് അള്ളാഹു മലക്കുകളെ പലരെയും ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിന്റെ ജീവിതം ഒരു നിസ്കാരം മുതൽ ഒരു ബാങ്ക് മുതൽ നിസ്കാരം വരെയാണ്. ഒരു ഉമ്മാക്കും ഉപ്പാക്കും കുഞ്ഞൻ ജനിച്ചാൽ അവന്റെ ലേബർ റൂമിൽ നിന്ന് ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. ലേബർ റൂമിൽ നിന്ന് ബന്ധുക്കൾ കൈമാറുമ്പോൾ പതിഞ്ഞ സ്വരത്തിൽ അവന്റെ ചെവിയിലേക്ക് ബാങ്ക് വിളിച്ചു കൊടുക്കുകയാണ്. അതോട് ആരംഭിക്കുകയാണ് ഇസ്ലാമിക ജീവിതം. അവൻ മരിച്ച് അവന്റെ ജീവിതക്രമം പൂർത്തിയാക്കി അവൻ മരിച്ചാൽ അവന് വേണ്ടി മറ്റുള്ളവർ നമസ്കരിക്കുന്ന മയ്യത്ത് നമസ്കാരം വരെയുള്ള കാലയളവാണ് ഒരു മുസ്ലിം മതവിശ്വാസിയുടെ ജീവിത കാലയളവ്. ഈ ജീവിത കാലയളവിൽ നീ നന്മ ചെയ്യണം, നീ തിന്മ ചെയ്യാൻ പാടില്ല. നീ നന്മയും തിന്മയും ചെയ്യുന്നുവെങ്കിൽ നീ നന്മയും തിന്മയും ചെയ്യുന്ന കാര്യം രേഖപ്പെടുത്താൻ ഞാൻ മാലാഖമാരെ മലക്കുകളുടെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. അതാണ് റഖീബ് അതീദ്. നീ ചെയ്ത പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യാൻ ഞാൻ ഖബറിൽ മാലാഖമാരെ നിശ്ചയിച്ചിരിക്കുന്നു മലക്കുകൾ. അതാണ് മുൻകർ നക്കീർ. ഇതൊന്നും തീരുമാനിക്കേണ്ടത് ലീഗല്ല. ഞാൻ സ്വർഗത്തിലെത്തുമോ ഞാൻ നരകത്തിലെത്തുമോ തീരുമാനിക്കേണ്ടത് ലീഗല്ല. ഞാൻ വിശ്വാസിയാണോ ഞാൻ അവിശ്വാസിയാണോ എന്ന് പ്രഖ്യാപിക്കുന്നത് മുസ്ലിം ലീഗല്ല. ഇവിടെ നെറികെട്ട വ്യക്തിഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്നുള്ളതാ. എന്താ പ്രചരിപ്പിച്ചത്? എന്റെ വാപ്പ മരിച്ച് ഞാൻ മയ്യത്ത് നിസ്കരിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന എന്റെ വാപ്പ. എന്റെ ഉമ്മ ഹജ്ജിന് വേണ്ടി പോകാൻ ശ്രമിച്ചപ്പം ഞാൻ പാസ്പോർട്ട് എത്തിച്ചു കളഞ്ഞു. അത്രേ. എന്റെ ഉമ്മ ഹജ്ജ് ഉംറയും ചെയ്ത ആളാ. പിന്നെ പറഞ്ഞു എന്റെ ഭാര്യ ഇ പി ജയരാജന്റെ മോളാണ്. അപ്പൊ പറഞ്ഞു ഇ പി ജയരാജൻ 2 പെമ്മക്കളിൽ ആൺകുട്ടികൾ. അപ്പൊ പറഞ്ഞ പി ജയരാജന്റെ മോൾ. അവസാനം പറഞ്ഞു പി ജയരാജന്റെ അനിയത്തിയ. ഇതല്ലേ പ്രചാരവേല? ഫിത്ന പറയാൻ പാടില്ല, ഫസാദ് പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്ര നീചമാകാൻ സാധിക്കുമോ? എന്തിനാണ് തെരഞ്ഞെടുപ്പിനകത്ത് രാഷ്ട്രീയമല്ല പറയേണ്ടത്? ഞാൻ എടുക്കുന്ന മുണ്ട് വലത്തോട്ട് എത്ര വലത്തോട്ട് എടുക്കുന്ന നേതാക്കന്മാരുണ്ട്. ഇസ്ലാമിനകത്ത് അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് മുണ്ടെടുക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടി വലത്ത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട്ടിലെ എല്ലാ ആളുകളും മുസ്ലിങ്ങളല്ല, അവരെല്ലാം അടുത്ത ഭാഗത്തെടുക്കുന്നത്. വലതുഭാഗത്താണോ ഇടതുഭാഗത്തോടോ മുണ്ടെടുക്കുന്നത് എന്ന രീതിയിലുള്ള കല്ലുവെച്ച നുണകളും അസത്യങ്ങളും അപവാദങ്ങളും പ്രചരിപ്പിക്കുന്നവർ, ഇതല്ലല്ലോ ജീവിതം. ഖുർആൻ പഠിപ്പിച്ചത് ഈ ലോകത്തെ ജീവിതമല്ലല്ലോ ജീവിതം, മറിച്ച് പരലോക ജീവിതമാണല്ലോ മഹത്വരം. ആ പരലോകത്ത് MLA MP ഇല്ല. ഇവിടെ MLA MP യുമാകാൻ വേണ്ടി നിങ്ങൾ നുണ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇസ്ലാമിക മതവിശ്വാസത്തെയാണ് വ്യഭിചരിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം ലീഗ് മറന്നുപോകാൻ പാടില്ല. വ്യക്തിഹത്യക്കുള്ള സംഘടിതമായ ശ്രമങ്ങൾ UDF നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നറിയുന്നവരാണ് നിങ്ങൾ. എന്നെ അറിയുന്ന എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, എന്റെ കളിക്കൂട്ടുകാർ. ഞാൻ രാഷ്ട്രീയത്തിന്റെ ഓരോ പടവുകളും കടന്നു വന്നത് നിങ്ങളുടെ മുന്നിലൂടെയാണ്. ഞാൻ ഇവിടെ ജനിച്ച ഒരാളാണ്, ഇവിടെ ജീവിച്ച ഒരാളാണ്, ഇവിടെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്.